ഹലോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ സൈഡിൽ കാണുന്നത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷനിൽ എനിക്ക് അപ്രൂവ് ആയ ലോൺ എമൗണ്ട് ആണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഉപയോഗിച്ചുകൊണ്ട് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സെക്കൻഡ് ടൈമാണ് തോന്നുന്നു ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തത്. ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ട് ഒരു 5-6 മന്ത് ആയിട്ടുള്ളൂ. നല്ലൊരു ആപ്ലിക്കേഷനാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. 1000 മുതൽ 45,000 വരെയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് നമുക്ക് 1.5% തൊട്ട് 3% വരും. നോർമൽ എല്ലാ ലോൺ ആപ്ലിക്കേഷനിലും വരുന്ന ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. പ്രോസസിംഗ് ഫീസ് നമുക്ക് 2 തൊട്ട് 8% വരുന്നത്. നിങ്ങളുടെ ലോൺ അനുസരിച്ചിരിക്കും. പിന്നെ നമുക്ക് ടെന്യൂർ വരെ മെൻഷൻ ചെയ്യുന്നത് 3 മന്ത് മുതൽ 12 മാസം വരെ ആണെങ്കിലും ലോൺ ടെന്യൂർ വളരെ കുറവായിരിക്കും. 10 ദിവസം തൊട്ടാണ് ലോൺ ടെന്യൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 5,000-6,000 ആയിരിക്കും മാക്സിമം അപ്രൂവ് ആകുന്നത്. ആ എമൗണ്ട് ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10-20 ദിവസമൊക്കെ ആയിരിക്കും മാക്സിമം ടെന്യൂർ കിട്ടുന്നത്. അതാണ് ഈ ആപ്ലിക്കേഷന്റെ മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഈ ആപ്ലിക്കേഷന്റെ ഗൂഗിൾ റിവ്യൂ റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.9% ആണ് വരുന്നത്. നോർമൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പേഴ്സണലി ഒരു തവണ ട്രൈ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടിയാണിത്. RBI അപ്രൂവ്ഡ് NBFC വഴി ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. തൻവീർ ബ്രോസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ NBFC വഴിയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ട്രസ്റ്റബിൾ ആണ്, വിശ്വസിച്ച് ലോൺ എടുക്കാൻ പറ്റും. പക്ഷേ ടെന്യൂർ ചെറുതായതുകൊണ്ട് തന്നെ എടുക്കണോ വേണ്ടെന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കുക. നമ്മൾ ജസ്റ്റ് റിവ്യൂ മാത്രമാണ് ചെയ്യുന്നത്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേര് ട്രസ്റ്റ് പൈസ എന്നാണ്. ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ലാസ്റ്റ് അപ്ലൈ ചെയ്ത വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ സ്ക്രീൻ റെക്കോർഡ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ മൊബൈലിലോട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് പറയും. മൊബൈൽ നമ്പർ കൊടുക്കുക, OTP കൊടുക്കുക, നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. ശേഷം നിങ്ങൾ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യുക. ആധാറായിട്ട് ലിങ്ക് ഇരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആധാർ KYC കംപ്ലീറ്റ് ചെയ്യുക. പാൻ കാർഡിൻ്റെ KYC, അതായത് പാൻ കാർഡ് നമ്പർ കൊടുത്ത് പാൻ കാർഡ് KYC കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഒരു സെൽഫിയും കൂടെ ആഡ് ചെയ്യാനായിട്ട് പറയും. ഈ 3 സ്റ്റെപ്സിലൂടെ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യാം. ശേഷം അടുത്ത പേജിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങളുടെ മാരിഡ് ആണോ, അൺമാരിഡ് ആണോ, നിങ്ങളുടെ ചിൽഡ്രൻ ഉണ്ടോ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ജോലി എന്താണ്, അത് നിങ്ങളുടെ എന്ത് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താണ്, എക്സ്പീരിയൻസ് എത്രയുണ്ട്, മന്ത്ലി ഇൻകം എത്രയുണ്ട്, പിന്നെ അത്രയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. ഇനി കമ്പനി കാര്യങ്ങളില്ലെങ്കിൽ ഒരു കമ്പനി ഉണ്ടാക്കി കൊടുത്ത് ജസ്റ്റ് നിങ്ങൾ സാലറി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് PDF ആയിട്ട് തന്നെ കൊടുക്കണം. അതിന് നമ്മൾ നെറ്റ് ബാങ്കിങ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് PDF ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് 3 മന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കാൻ പറയുന്നത്. ഞാനിപ്പോൾ October 28 വീഡിയോ എടുക്കുന്നതെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് October, September, August, July, August, September, October 4 മാസത്തെ സ്റ്റേറ്റ്മെന്റ് ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റെഫറൻസ് എന്ന രീതിയിൽ 2 പേരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറയും. അതും കൂടെ കൊടുക്കുക. അതുകൊണ്ട് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ബാങ്ക് സെലക്ട് ചെയ്ത് IFSC കോഡ് കാര്യങ്ങൾ കൊടുത്ത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അതും കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ID കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കാം. ഞാനിവിടെ സ്കിപ്പ് കൊടുക്കുകയാണ്. സ്കിപ്പ് കൊടുക്കുമ്പോൾ അടുത്ത പേജിൽ ലോൺ പർപ്പസും കൂടി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ യുവർ ലോൺ ആപ്ലിക്കേഷൻ ഈസ് ബീങ് പ്രോസസ്ഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 24 hours ആണ് അപ്രൂവൽ ആവുന്നത്. എനിക്കൊരു 5 minutes കൊണ്ട് തന്നെ അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ 24 hours വരെ എടുക്കും. ഇൻ കേസ് എന്തെങ്കിലും രീതിയിലുള്ള ഡിലേ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവരുടെ കസ്റ്റമർ കെയറിന്റെ ഡീറ്റെയിൽസ് സൈഡിൽ കൊടുത്തേക്കാം. അവരെ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ അപ്രൂവ് ആകുമോ ഇല്ലെന്ന് നോക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ എക്സ്പീരിയൻസ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. അതും കൂടെ ചെക്ക് ചെയ്യുക. അതും കൂടെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ആകുമല്ലോ എന്ന് കാണിക്കും. എനിക്ക് പഴയ അപ്രൂവ് ആയ എമൗണ്ട് എന്ന് പറയുന്നത് 5,553 ഒക്കെ വെച്ചാണ്. ഇപ്പോൾ റീസെന്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വീണ്ടും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അപ്രൂവ് ആയത് 4,435, 3,835, പിന്നെ ഒരു 3,000 സംതിങ് വരുന്ന എമൗണ്ട്. 3 എമൗണ്ടാണ് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നത്. 3 എമൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ ടെന്യൂറും ഓരോ പ്രോസസിംഗ് ഫീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ജസ്റ്റ് 4,435 ലോൺ എമൗണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം 4,000 അക്കൗണ്ടിൽ ഡിസ്ബേഴ്സ് ആകും. 4,035 രൂപ എനിക്ക് പ്രോസസിംഗ് ഫീസ് ആയിട്ട് പോകും. റീപേയ്മെന്റ് ഡേറ്റ്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് 44 രൂപ വരുന്നുള്ളൂ. അക്കൗണ്ട് മാനേജ്മെന്റ് ഫീസ് 102 രൂപയാണ്. അങ്ങനെ GST എല്ലാം കഴിഞ്ഞ് ടോട്ടൽ റീപേ ചെയ്യേണ്ടത് 600 രൂപയാണ്. അതായത് ഏറെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 10 ദിവസം കൊണ്ട് 600 എക്സ്ട്രാ റീപേ ചെയ്യണം. ഇതിപ്പോൾ 3,885 ലോണാണ് എടുക്കുന്നതെങ്കിൽ ആ ഓഫറിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 385 രൂപ പ്രോസസിംഗ് ഫീസ് ആയിട്ട് പോയിട്ട് 3,500 അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. അതേപോലെ തന്നെ റീപേ ചെയ്യേണ്ട എമൗണ്ട് 4,029 രൂപയാണ്. ഓൾമോസ്റ്റ് ഒരു 529 രൂപ എക്സ്ട്രാ റീപേ ചെയ്യേണ്ട വരും കുറച്ച് കാലയളവിൽ. പിന്നെ അടുത്ത ലോൺ എമൗണ്ട് ആയ 3,326 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലോൺ എടുത്ത് റീപേ ചെയ്യുവാണെങ്കിൽ up to 30,000 വരെ ലിമിറ്റ് കൂടുന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത കേസിലാണെങ്കിൽ ലോൺ ടെന്യൂർ ഈ പറയുന്ന
10 ദിവസം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ 10, 600, 500, 400 എക്സ്ട്രാ റീപേ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെയാണ് ലോൺ എടുക്കുന്നത്. അതിനായിട്ട് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ നമ്മുടെ ലോൺ എഗ്രിമെൻറ്റ് ചെയ്യാനായിട്ട് പറയും. അവിടെ സൈൻ ഔട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആധാർ കാർഡിന് നമ്പർ കൊടുക്കാനായിട്ട് പറയും. ആധാർ കാർഡ് നമ്പർ കൊടുത്ത് OTP കൊടുത്തുകൊണ്ട് നമുക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് നമുക്ക് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ എടുക്കാനായിട്ട് സാധിക്കും. റീപേയ്മെൻ്റ് ഒക്കെ മാനുവലായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആപ്പിൻ്റെ അകത്ത് റീപേ എന്ന ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാനുവലായിട്ട് തന്നെ റീപേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് ട്രസ്റ്റ് പൈസ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ജെനുവിൻ ആണ്. നമുക്ക് പെട്ടെന്ന് ലോൺ കിട്ടുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. ബട്ട് നിങ്ങൾക്ക് ടെന്യൂർ വളരെ ഷോർട്ട് ആയിരിക്കും. 10 ദിവസം 20 ദിവസം റേഞ്ചിലേക്കായിരിക്കും ആദ്യം കിട്ടുന്നത്. സോ അതുകൊണ്ട് ടെന്യൂർ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ മതി. അതല്ലാതെ നിങ്ങൾക്ക് റീപേ ചെയ്യാൻ ഒരു ഗതിയില്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഒന്നും എടുക്കരുത്. നല്ല രീതിയിലുള്ള പണി കിട്ടും. സിബിലൊക്കെ നല്ല രീതിയിൽ പോകും. സോ ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.